കരുവന്നൂർ കേസിൽ താൻ പ്രതിയാണ് എന്ന തരത്തിലുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണ് എന്ന് കെ രാധാകൃഷ്ണൻ എം പി. താൻ CPIM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ ജില്ലാ കമ്മിറ്റിക്ക് കരുവന്നൂർ ബാങ്കിൽ അക്കൗണ്ട് ഇല്ല എന്നും വീണ്ടും ഹാജരാകേണ്ട ആവശ്യമില്ല എന്ന് ED വ്യക്തമാക്കിയതായും ചോദ്യം ചെയ്യലിന് ശേഷം മാധ്യമങ്ങളെ കണ്ട കെ രാധാകൃഷ്ണൻ എം പി പറഞ്ഞു. അതേസമയം കേസിൽ കെ രാധാകൃഷ്ണൻ എം പിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചോദിച്ചു. എന്നോട് ചോദിച്ചതിന് എനിക്കറിയാവുന്ന രീതിയിലുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ ഇടപാടൊന്നും ചോദിച്ചിട്ടില്ല. പാർട്ടിക്ക് യാതൊരു ഇടപാടില്ലല്ലോ. ഈ ബാങ്കുമായിട്ട് യാതൊരു ഇടപാടും CPM-ന്റെ ജില്ലാ കമ്മിറ്റിക്കില്ല. അത് കൃത്യമായിട്ട് കണക്കുകൾ സഹിതം അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. എൻ്റെ എല്ലാ ഡീറ്റെയിൽസും, എനിക്കുള്ള ഭൂമി, എനിക്കുള്ള അക്കൗണ്ട്, ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ടിൻ്റെ കോപ്പി, ഇതെല്ലാം അഡ്വാൻസ് ആയിട്ട് തന്നെ കൊടുത്തു. നിങ്ങൾ പറയുന്ന പോലെ കരുവന്നൂർ കളവ് കേസിൽ ഞാൻ പ്രതി എന്നുള്ള രീതിയിലാണ് നിങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതല്ല, ജസ്റ്റ് ഞാനൊരു ആ കാലത്ത് ഈ പീരീഡിൽ സെക്രട്ടറി ആയിട്ട് 2.5 വർഷത്തിൽ താഴെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി അറിയാൻ വേണ്ടി മാത്രമാണ് എന്നെ വിളിച്ചതെന്നാണ് പറഞ്ഞത്. സാനു കെ സജീവ് വിവരങ്ങൾ നൽകുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് കെ രാധാകൃഷ്ണൻ എം പി പുറത്തിറങ്ങിയതിനു ശേഷം മാധ്യമങ്ങളോട് വിശദീകരിച്ച് വിപുലീകരിച്ച് പറഞ്ഞത്? ബനേഷ്, കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ രാധാകൃഷ്ണൻ എം പിയെ കഴിഞ്ഞ 8 മണിക്കൂറാണ് ED കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്തത്. എന്തായാലും ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ കെ രാധാകൃഷ്ണൻ എം പി വ്യക്തമാക്കിയിരിക്കുന്നത് താനുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ കാര്യങ്ങൾ, അതായത് CPIM-ന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിലാണ് ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഈ ക്രമക്കേടുകൾ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നിൽ നിന്നും ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഈ ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിപ്പിച്ചത്. അതേപോലെ തന്നെ താനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും, തന്റെ ഭൂമിയുടെയും ഒപ്പം ആധാർ കാർഡും പാൻ കാർഡും അടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യലിന് നേരത്തെ തന്നെ ഈ ഓഫീസിൽ എത്തിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ താൻ ഈ കേസുമായി, അതായത് കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഈ കേസിലെ പ്രതിയാണെന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അത് അടിസ്ഥാനരഹിതമാണ്. തന്നെ പ്രതി ചേർത്തിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു ബന്ധവുമില്ല, ഒപ്പം താൻ ഈ വിഷയത്തിൽ പ്രതിയാണെന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് പുറത്തുണ്ടാകുന്നതെന്നും അത് തെറ്റാണെന്നുമാണ് കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. എന്തായാലും കഴിഞ്ഞ 3 തവണ, അതായത് ഇതിനു മുൻപ് 2 തവണ കെ രാധാകൃഷ്ണന് ചോദ്യം ചെയ്യലിന് ഹാജരാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് EDയുടെ കൊച്ചി ഓഫീസിൽ നിന്നും നോട്ടീസ് നൽകിയിരുന്നു. ആദ്യഘട്ടത്തിൽ അമ്മയുടെ സംസ്കാരത്തിന് ശേഷമുള്ള ചില ചടങ്ങുകൾ, ക്രിയകൾ നടത്താനുണ്ടെന്ന് പറഞ്ഞ് ആ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും രണ്ടാമത് EDയുടെ ഡൽഹി ഓഫീസിലേക്ക് എത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. അന്ന് പാർലമെന്റ് നടക്കുന്നതിനാൽ തനിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ സാധിക്കില്ല എന്ന് EDക്ക് മറു നോട്ടീസ് അല്ലെങ്കിൽ കത്ത് നൽകുകയാണ് ഉണ്ടായത്. എന്നാലും അന്ന് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കൊച്ചി ഓഫീസിൽ നിന്ന് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഒരു വലിയൊരു സംഘം ഡൽഹി ഓഫീസിലെത്തിയിരുന്നു. എന്തായാലും കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാമത് കുറ്റപത്രം നൽകാൻ ഒരുങ്ങുന്ന വേളയിലാണ്, അല്ലെങ്കിൽ അതിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ഈ ഒരു നിർണായക ചോദ്യം ചെയ്യൽ ഉണ്ടായിരിക്കുന്നത്. 2 ആഴ്ച മുൻപെയാണ് ഇതുപോണക്ക് ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ED കൊച്ചി ഓഫീസിൽ നിന്നും കെ രാധാകൃഷ്ണൻ നോട്ടീസ് നൽകിയിരുന്നത്. ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേട് നടക്കുന്ന കാലയളവിൽ 2.5 വർഷക്കാലം താൻ CPIM-ന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ക്രമക്കേട് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ തനിക്ക് ആ വിഷയങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. ഒപ്പം CPIM-ന്റെ ജില്ലാ കമ്മിറ്റിക്ക് ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൽ അക്കൗണ്ട് ഇല്ലെന്നും, അന്നുമില്ല ഇന്നും ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൽ അക്കൗണ്ട് ഇല്ല എന്നും കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ചോദ്യം ചെയ്യലിന് ശേഷം ചില സൂചനകൾ നമുക്ക് ED വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ചില ചോദ്യങ്ങൾക്ക് MPക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു സൂചന ED വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അത് മറ്റൊരു കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇനിയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യതയും ED വൃത്തങ്ങൾ തള്ളിക്കളയുന്നില്ല. ബനീഷ്, ഇനി ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന് ED തന്നോട് പറഞ്ഞു എന്നുള്ള നിലയ്ക്ക് കെ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞുവല്ലോ. തീർച്ചയായിട്ടും ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ കെ രാധാകൃഷ്ണൻ ആദ്യ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമ്മളോട് വ്യക്തമാക്കിയത്, മാധ്യമങ്ങളോട് പറഞ്ഞത്, തന്നിൽ നിന്ന് ചില കാര്യങ്ങൾ മാത്രമേ ചോദിച്ചറിയാനുണ്ടായിരുന്നുള്ളൂ. അത് ചോദിച്ചറിഞ്ഞു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ രീതിയിൽ പോലീസ് മുറയൊന്നും ഉപയോഗിച്ചുള്ള ചോദ്യം ചെയ്യലൊന്നും അല്ല ED ഓഫീസിൽ നടക്കുന്നത്. ചില കാര്യങ്ങളിൽ അവർ ചില ചോദ്യങ്ങൾ ചോദിക്കും. ഏതാനും ചോദ്യങ്ങൾ ചോദിച്ചു, അതിന് താൻ മറുപടി നൽകി. ആ മറുപടിയാണ്, അതിന് എനിക്ക് വിശദീകരിക്കാൻ സമയമുണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം രണ്ടാമത് വായിച്ച് ബോധ്യപ്പെടേണ്ട ചുമതല തനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ്
ഇത്ര വൈകിയതെന്ന് കെ രാധാകൃഷ്ണൻ പറയുകയുണ്ടായി. എന്നാൽ ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില രേഖകൾ കാണിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ ചില കാര്യങ്ങളിൽ ചില ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മറുപടി എം പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു സൂചനയാണ് ഇ ഡിയിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും അങ്ങനെയാണെങ്കിൽ ഇനിയും ചോദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ പോകും എന്നൊരു സൂചന ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ CPM-ന്റെ സമുന്നതരായുള്ള ഒരു സംസ്ഥാന നേതാവിനെ കൂടി ചോദ്യം ചെയ്യാനുണ്ടെന്നും ഈ കാലയളവിൽ, അതായത് ഈ കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് അല്ലെ ക്രമക്കേട് നടക്കുന്ന കാലയളവിൽ ഒരു CPIM-ന്റെ തൃശൂർ ജില്ലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമുന്നത നേതാവിനെ കൂടി ചോദ്യം ചെയ്യാനുണ്ട്. അതും ഈ രണ്ടാമത്തെ കുറ്റപത്രം നൽകുന്നതിന് മുൻപ് തന്നെ ആ നടപടികളിലേക്ക് കടക്കുമെന്നും ഇ ഡി വ്യക്തമാക്കിയിട്ടുണ്ട്.